ഹലോ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചാനലിലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ, ഒരു പ്ലം കേക്ക് ഉണ്ടാക്കണം, വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിൻ്റെ ഒരു ഇതിലായിരിക്കും, വെക്കേഷൻ മോഡിലായിരിക്കും. ക്രിസ്മസ് വരാനായി, അല്ലെങ്കിൽ ന്യൂ ഇയറും വരാനായി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെരി ക്രിസ്മസ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ്. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് പ്ലം കേക്ക്, ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാനല്ല ചെയ്യാൻ പോകുന്നത്, എനിക്ക് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം കേട്ടോ. ഞാൻ വലിച്ചൊന്നും നീട്ടുന്നില്ല. ആദ്യം വന്നിട്ട് ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ വന്നിട്ട് ഷുഗറിനെ കാരമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു 120 ml കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 120 ഗ്രാമോളം വന്നിട്ട് ഒരു ഷുഗർ വന്നിട്ട് കാരമലൈസ് ചെയ്യുകയാണ്. അതൊന്നിങ്ങനെ ചൂടായി കാരമലൈസ് വരണം. ഇതിൻ്റെ ഒരു 240 ml കപ്പിലാണ് ഇപ്പോൾ സൈസിന് ഞങ്ങൾ ഷുഗർ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി വന്നിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അവൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കപ്പിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് ml സൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഇവർ വന്നിട്ട് ഓൾറെഡി ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഷുഗർ എടുത്തിരിക്കുന്നത്. പകുതി പൊടിക്കുകയും ചെയ്തു, പകുതി ഇതെങ്ങനെ കാരമലൈസും ചെയ്തു. എന്നിട്ട് ഒരു കപ്പ് ആ കൺസിസ്റ്റൻസിൽ, നേരത്തെ കാണിച്ച കൺസിസ്റ്റൻസിൽ, ഈ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ മെല്ലെ മെല്ലെ വെള്ളം ഒഴിക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്, മെല്ലെ മെല്ലെ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞങ്ങൾ ടൂട്ടി ഫ്രൂട്ടിയുടെ മഞ്ഞ, ഗ്രീന്, അതേപോലെ തന്നെ ഡേറ്റ്സ്, ചെറി, പിന്നെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റൈസിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. റൈസിൻസ് വന്നിട്ട് യെല്ലോ റൈസിൻസും അതേപോലെ തന്നെ ബ്രൗൺ റൈസിൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരിയൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ച് കുറുകി വരണം. പിന്നെ അതിലേക്ക് പൊടിച്ച ഗ്രാമ്പൂവിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനമൺ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പാക്കറ്റ് വരുന്നുണ്ടായിരിക്കും. ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് പൗഡറും, അതായത് ഈ ഒരു കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇതാണിത്. പല രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇന്ന് ഞങ്ങൾ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഓറഞ്ചിൻ്റെ തൊലി, ഉള്ളിത്തെ ആ വെള്ളയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച, ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ച സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ട് ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ഉണ്ടാക്കാം. ഇവിടെ വന്നിട്ട് ഓൾറെഡി ആൽക്കഹോളിക് ആയിട്ട് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ടൈപ്പും ഉണ്ട്. ഞാൻ ഇന്ന് നോൺ ആൽക്കഹോളിക് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്തതാണ്. ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ഇനിയും കുറുകും. ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം. ഇനി ഫുള്ള് നമ്മൾ മിക്സിയിലാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. നമുക്കിവിടെ ബീറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും യൂസ് ആയിട്ട് തോന്നുന്നത്. നമ്മൾ അതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള സംഭവത്തിലേക്ക് 2 മുട്ട, അതായത് ജാർ എപ്പോഴും ഡ്രൈ ആയിരിക്കണം, അതിലേക്ക് 2 മുട്ട അടിച്ചൊഴിക്കുകയാണ്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പൾസ് ചെയ്തെടുത്ത ശേഷം നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഉള്ള പൗഡേർഡ് ഷുഗർ ഹാഫ്, അതായത് 120 ml കപ്പിലുള്ള പൗഡേർഡ് ഷുഗറും കൂടെ അടിച്ച് ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വാനില എസൻസും ഒരു 120 ml സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച, ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ, ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, അത് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നല്ലോണം ആറിക്കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും പൗഡേർഡ് ഷുഗറും അതൊക്കെ ഇല്ല, ആദ്യം അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്.
അതൊന്ന് നല്ലോണം ഇളക്കി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടും. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മളിപ്പോൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദയുടെ ഓൾ പർപ്പസ് പൗഡറിൻ്റെ ബാറ്റർ വന്നിട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. വൺ സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് എല്ലാം ഒന്ന് സെറ്റായി വരണം. കട്ട പിടിക്കാതെ ഇരിക്കാനും നോക്കണം. അതുകൊണ്ടാണ് ഞാൻ വൺ സൈഡിലേക്ക് ഇളക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റി നല്ലോണം ചെയ്യാം. ഞങ്ങളിപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് ചെയ്തത്. വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. കുറച്ച് പൗഡർ ഞങ്ങളിപ്പോൾ അരിച്ച് വെച്ച ആ മൈദ ഉണ്ടായിരുന്നില്ല, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഉള്ളിലൊക്കെ കുറച്ച് കടിക്കാൻ ക്രഞ്ചി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതപ്പോൾ നല്ലോണം ഇളക്കിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത്, അതായത് ഞങ്ങൾ ചേർക്കാൻ പോകുന്നത് വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ചിൻ്റെ സെസ്റ്റ് എന്ന് പറയുന്നത്, അതാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടും ചെയ്യാം. വേറൊരു മെത്തേഡ്. ഇപ്പോൾ ഞങ്ങൾ ഓറഞ്ചിൻ്റെ സെസ്റ്റിൽ സോക്ക് ചെയ്തതിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ആൽക്കഹോളിക് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ളതും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഈ ബാറ്റർ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ തന്നെ സിമ്പിളായിട്ട് നമുക്ക് 3 രീതിയിൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. ഒന്ന് വന്നിട്ട് ആൽക്കഹോളിക് ആയിട്ട്, ഒന്ന് വന്ന് സെസ്റ്റ് യൂസ് ചെയ്തിട്ട്, ഒന്ന് വന്നിട്ട് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് ഇടിച്ചത് ചേർക്കുകയാണ്. ബദാമും റൈസിൻസും വാൾനട്ട്സും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അത് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസിന് ഒരു 700 grams ഓഫ് കേക്കാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു 1/2 കിലോയ്ക്ക് മേലുള്ള 600 to 700 grams കേക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അതിനുശേഷം മൈക്രോവേവിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. മൈക്രോവേവിലായതുകൊണ്ട് 5 minutes പ്രീ ഹീറ്റ് ചെയ്യുക കേട്ടോ. 5 minutes പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 40 minute ഇതിൽ വെക്കാൻ പോകുന്നത്. 180 degree Celsius ചൂടുമാണ്. ഞങ്ങൾ 40 minute വെച്ചിട്ട് ഫസ്റ്റ് ഒന്നും റെഡി ആയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10 minute കൂടെ എക്സ്ട്രാ വെച്ചിരുന്നു. ഞങ്ങളൊന്ന് കോല് വെച്ച് കുത്തി നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ആ ട്രേയിൽ നിന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. നോക്കി എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്പെഷ്യൽ താങ്ക്സ് അഖിലേക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കി തന്നതിന്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടേസ്റ്റ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഈ ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നെക്സ്റ്റ് ടൈം ഞാനും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ബേക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫ്രാങ്കായി പറയുകയാണ്, ഇത് ഞാൻ ട്രൈ ചെയ്തതല്ല. എന്നാലും ഈ റെസിപ്പി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.